ഗുഡ് മോർണിംഗ്. നമ്മുടെ ഉച്ചയൂണിന്റെ പരിപാടിയാണ്. അപ്പൊ ഇന്നത്തെ വിഭവങ്ങളാണ്, ഉച്ചയൂണുമാണ് ഇന്നത്തെ വീഡിയോ. വീണ്ടും നമ്മളെ അയില കിട്ടിയിട്ടുണ്ട്. ഇന്ന് അയിലക്കറിയാണ്. എല്ലായിടത്തും നല്ല മഴയായിരിക്കുമല്ലോ. എൻ്റെ വഴുതനയാണ് കേട്ടോ, അത് പുഴു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 വഴുതന അതിൽ ഉണ്ടായി വരുന്നുള്ളൂ. പിന്നെ ദാ ഇവിടെയാണ് നല്ല മഴ പെയ്യുന്നുണ്ട്. ചോറിന് വെള്ളം വെച്ച് ഞാൻ കറിയിലേക്കുള്ള ഉള്ളി നന്നാക്കി വെക്കുകയാണ്. ഉള്ളി നന്നാക്കി വെച്ചിട്ട് ഉള്ളി വാട്ടി മസാല കൂട്ടിയിട്ട് വേണം മീൻ നന്നാക്കാൻ. അപ്പം ഇന്നത്തെ നമ്മളെ അയിലക്കറി കൂട്ടാൻ എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അരി കഴുകി ഉപ്പേരിക്ക് ബീൻസാണെന്ന് കിട്ടിയത്. നല്ല പച്ച ബീനാണ്. പിന്നെ ഇതാ അയിലക്കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അയിലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനതിന് മുമ്പും വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അയിലക്കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ടു. എനിക്ക് മീൻകറിയിൽ ഉലുവ ഇടണം, അതാണ് ഇഷ്ടം. എന്നിട്ട് അതിലോട്ട് ഉള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഞാൻ വാട്ടിയിട്ടാണ് കേട്ടോ കറി വയ്ക്കുക. എനിക്ക് ഇങ്ങനെ വാട്ടി കറി വയ്ക്കാനാണ് ഇഷ്ടം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേന് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞും വെക്കാമല്ലോ. ഞാനിത് വാട്ടുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, എന്നാൽ പിന്നെ വേഗം വാടി കിട്ടും. എനിക്കിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ ഉള്ളി ഇതാ വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി വലിയ ജീരകം കുറച്ച് ചേർക്കട്ടെ. ഞാൻ വലിയ ജീരകം ചേർക്കാറുണ്ട് കറിയിൽ. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്നത് വരെ അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കാം. എനിക്ക് കറി കുറച്ച് എരിവൊക്കെ വേണം. പിന്നെ ഈ മുളക് പൊടി കുറച്ച് എരിവ് കുറവാണ്, അപ്പോൾ 3 സ്പൂണ് ചേർത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ പൊടി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക. ഇതാന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ മസാല. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയുണ്ട്, അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ